യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത അത് വലുതായിട്ട് ഇവിടെ പൗലോസ് കാണുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പരിജ്ഞാനം എന്ന് പറയുന്നത് കർത്താവിനോടുള്ളതായ പരിചയത്തിന്റെ അറിവിനെ സംബന്ധിച്ചാണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാനിടയായി. ഓരോ ദിവസവും നമ്മുടെ കർത്താവിനോട് നാം അടുക്കും തോറും, കർത്താവിനെ പരിചയപ്പെടും തോറും കൂടുതൽ കൂടുതൽ കർത്താവുമായിട്ട് നമുക്കൊരടുത്ത ബന്ധം, കർത്താവുമായിട്ടുള്ളതായിരിക്കുന്ന ആ ഒരു പരിചയം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാനായിട്ട് അത് കാരണമായി തീരുകയാണെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുവാനായിട്ടിടയായത്. തുടർന്ന് 9 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്ന ആ ഒരു നീതി ന്യായപ്രമാണ പ്രകാരം പൗലോസിനുണ്ടായിരുന്നുവെന്ന് പൗലോസ് അവിടെ അവകാശപ്പെടുകയാണ്. നമുക്കറിയാം, പുതിയ നിയമഭാഗത്ത് നാം കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്ന ഒരനുഭവം കർത്താവിന്റെ ശിഷ്യന്മാർക്കുണ്ടായിരിക്കണമെന്ന് കർത്താവ് അവിടെ പഠിപ്പിക്കുവാനായിട്ടിടയാണ്. നമുക്കറിയാം, ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ആ പരീശൻ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, എനിക്കുള്ളതായ സകലത്തിന് ഞാൻ പദാരം കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ പരീശൻ പ്രസ്താവിക്കുന്നത് കാണാൻ കഴിയും. ഇതൊക്കെ എഴുതപ്പെട്ടതായ നിയമം പാലിക്കുന്ന ഒരനുഭവത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ പറയുന്നത്, ന്യായപ്രമാണം ആവശ്യപ്പെടുന്നതായ നീതിയേക്കാൾ നമ്മുടെ നീതി കവിഞ്ഞിരിക്കണം എന്നാണ് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. ഇവിടെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ക്രിസ്തുവിന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടൊക്കെ നമുക്ക് രൂപാന്തരപ്പെടുവാനായിട്ട് സാധിച്ചതായിട്ട് പൗലോസിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ളതായ അവന്റെ മഹത്വം പൂർണ്ണമായി ദർശിക്കുവാനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. അതാണ് ഈ വാക്യത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. എന്താണ്? ഞാന് ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്ന് എണ്ണുന്നു എന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, എത്രമാത്രം ആഗ്രഹം, എത്രമാത്രം ഒരു വലിയ വാഞ്ചയാണ് പൗലോസിന് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കറിയാം, പുനരുത്ഥാനത്തിന്റെ ശക്തി അതിനെ അനുഭവിച്ചറിയുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നു പറയുകയാണ്, ഇല്ലേ? ഇത് നമുക്കറിയാം, ഇന്ന് ലോകത്തിലുള്ളതായിരിക്കുന്ന നാമധേയ ക്രൈസ്തവ സഭ യേശുവിന്റെ ജനനത്തെയും മരണത്തെയും അടക്കത്തെയും ഉയർപ്പിനെയൊക്കെ ആഘോഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, ഇല്ലേ? ചിലർക്ക് ദുഃഖവെള്ളിയാഴ്ച പ്രാധാന്യമാണ്, ചിലർക്ക് ക്രിസ്തുമസ് ആണ് പ്രാധാന്യം, ചിലർക്ക് ഈസ്റ്റർ ആണ് പ്രാധാന്യം. ഇതൊക്കെ കർത്താവിന്റെ ജനനത്തെയും മരണത്തെയും ഉയർപ്പിനെയൊക്കെ ആഘോഷിക്കുക.
അങ്ങനെ ആഘോഷിക്കണമെന്നല്ല പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത്, അല്ലേ? പൗലോസ് ഇവിടെ പറയുന്നത് എന്താണ്? കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയണം. വല്ല വിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. കർത്താവിന്റെ ആ മരണത്തോടും അടക്കത്തോടും ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ അതെല്ലാം അനുഭവിച്ചറിയുവാനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ഉണ്ടോ? അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്നു, അല്ലാതെ ആഘോഷിക്കണമെന്നല്ല പൗലോസ് പറയുന്നത്. ഉണ്ടോ? പൗലോസിന്റെ വലിയ ആഗ്രഹം എന്താണെന്ന് നോക്കിയേ. ഇവിടെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ കുറിച്ച് താൻ പറയുകയാണ്. പുനരുത്ഥാനത്തിന്റെ ശക്തി അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. ഇതൊന്നും നിസ്സാരപ്പെട്ട കാര്യമാണ്, ചിന്തിക്കരുത് കേട്ടോ. നിസ്സാരപ്പെട്ട കാര്യമല്ല. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളോട് കൂട്ടായ്മ പുലർത്താൻ ആർക്ക് കഴിയും? ഒരു മനുഷ്യനും സാധിക്കത്തില്ല. പക്ഷേ പൗലോസ് അത് ആഗ്രഹിക്കുക. ആ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് എന്ത് ചെയ്യണം? അനുഭവിച്ചറിയണം. പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണം. നമുക്കറിയാം, പ്രപഞ്ചം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ശക്തിയാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു മരിച്ചുവെങ്കിലും തന്നെ ഉയർപ്പിച്ചത് ഏത് ശക്തിയാ? പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ് കർത്താവിനെ എന്ത് ചെയ്തത്? ഉയർപ്പിച്ചത്. അത് ചെറിയ കാര്യമല്ല. എന്ന് പറഞ്ഞാൽ മരിച്ച് അടക്കപ്പെട്ട കർത്താവിനെ, നാറ്റം വെച്ച കർത്താവിനെ, ശരീരം അഴുകി തുടങ്ങിയ കർത്താവിനെ കല്ലറയ്ക്കകത്ത് നിന്ന് ഉയർപ്പിച്ച ഒരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വേറൊരു ശക്തി ലോകം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ശക്തി വേറെ ഇല്ല പ്രിയപ്പെട്ടവരെ. ഇപ്പൊ പൗലോസ് പറയാണ്, എനിക്കത് അനുഭവിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ പൗലോസിന്റെ വലിയ ആഗ്രഹം എന്താണെന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് എന്താണ്? ആ കർത്താവ് അനുഭവിച്ചതായിരിക്കുന്ന കഷ്ടാനുഭവങ്ങളെ പോലെ എനിക്കും എന്റെ ശരീരത്തിൽ അത് അനുഭവിച്ചറിയണമെന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഒരു രാജാവിന് സാധാരണക്കാരനായ ഒരു പ്രജ മുഖത്തടിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു രാജാവിനെ അല്ലെങ്കിൽ ഒരു ഭരണാധിപനെ ആ ദേശത്തെ ഒരു പ്രജ, സാധാരണ പ്രജ മുഖത്തടിച്ചാൽ അടിയുടെ വേദനയല്ല ഇവിടുത്തെ പ്രശ്നം, തനിക്കുണ്ടാകുന്ന അപമാനമാണ് ഇവിടുത്തെ പ്രശ്നം, അല്ലേ? വേദന കുറച്ചു കഴിയുമ്പോൾ മാറും, പക്ഷെ അപമാനം മാറത്തില്ല. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനുണ്ടായതായ അപമാനവും തിരസ്കരണവും കർത്താവ് അനുഭവിച്ച പരിഹാസവും ഒക്കെ എത്ര വലുതായിരുന്നു, അല്ലേ? എത്ര വലുതായിരുന്നു ഓർമ്മ വൈകി. നമുക്ക് അത് ഒന്ന് അറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അനുഭവം ഉണ്ടായെങ്കിലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? അപ്പൊ അതിലും അപ്പുറത്തുള്ളതായിരിക്കുന്ന എത്രമാത്രം അപമാനമേക്കാൻ പറ്റുമോ, തിരസ്കരണം അനുഭവിക്കാൻ പറ്റുമോ, പരിഹാസം അനുഭവിക്കാൻ പറ്റുമോ, അതിൻ്റെ എല്ലാം അപ്പുറമാണ് നമ്മുടെ കർത്താവ് എന്ത് ചെയ്ത് അനുഭവിച്ചത്. ആ കഷ്ടാനുഭവങ്ങളെ പങ്ക് തനിക്കും ഉണ്ടാകണമെന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പൗലോസിന്റെ മനോഭാവം എത്ര ശ്രേഷ്ഠമാണ് എന്നൊന്ന് ഓർത്തു നോക്കുകയും. വാസ്തവത്തിൽ നമ്മളാരും അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല. നമ്മളെല്ലാരും ആരെങ്കിലും അപമാനിക്കും നമുക്ക് ഇഷ്ടപ്പെടുവോ? നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മളെ തിരസ്കരിക്കും നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ കർത്താവ് അനുഭവിച്ചതിന് അതിൻ്റെ എല്ലാം അപ്പുറത്തുള്ളതായ ആ കഷ്ടാനുഭവമാണ്. അപ്പോൾ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും പുനരുശക്തിയൊക്കെ അനുഭവിച്ചറിയുവാനാണ് ആരാഗ്രഹിക്കുന്നത്? പൗലോസ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, തുടർന്നുള്ള 12, 13 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, വാക്യങ്ങൾ എടുത്ത് വായിക്കാൻ സമയം എടുക്കുന്നില്ല, ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിപ്പാൻ പൗലോസ് ആഗ്രഹിക്കുകയാണ്.
അതാണ് ഇവിടെ താൻ പറയുന്നത്. പുനരുദ്ധാനം പ്രാപിക്കണമെങ്കിൽ മരിക്കണ്ടേ. അപ്പം പൗലോസിനറിയാം താന് രക്തസാക്ഷിയായിട്ട് കർത്തൃസേവ നിമിത്തം മരിക്കും. എന്നാൽ മരിച്ചാലുണ്ടല്ലോ താൻ എന്താ ആഗ്രഹിക്കുന്നത്? മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുദ്ധാനമാണ് കർത്താവിൻ്റെ എന്നത് ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ മരിക്കുവാനാണ് കർത്താവിന്റെ ഹിതമെങ്കിൽ മരിപ്പാനായിട്ട് താൻ ആഗ്രഹിക്കുക. മരിച്ചാലല്ലേ പുനരുദ്ധാനം പ്രാപിപ്പാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് കഷ്ടമനുഭവിപ്പാനും മരിപ്പാനും താന് ഒരുക്കമാണ് എന്നാണ് ഈ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അനുഭവിച്ചറിയണം എന്നാണ് പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. കേവലം ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കണമെന്നല്ല, ഒരു തിസിസ് എഴുതണം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് അതിനെക്കുറിച്ച് എഴുതണമെന്നല്ല പൗലോസ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അറിവ് പ്രാപിച്ച് അതൊന്ന് എഴുതണമെന്നൊന്നും അല്ല പൗലോസ് ആഗ്രഹിക്കുന്നത്. പിന്നെന്തുവാ? അതല്ലേ എൻ്റെ ജീവിതത്തിൽ ഒന്ന് അനുഭവിച്ച് അറിയണം. അതാണ് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. മരിച്ചവരുടെ നിന്നുള്ളതായ പുനരുദ്ധാനത്തെ സംബന്ധിച്ച് പൗലോസ് പറയുമ്പോൾ ദൈവത്തിന്റെ കാര്യപരിപാടിയാണെന്ന് കൂടെ നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. കർത്താവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അത് കർത്താവ് വെച്ചിരിക്കുന്ന ഒരു കാര്യപരിപാടിയാണ്. ദൈവമക്കളുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യാശയുടെ ഒരു ഭാഗമാണ്. അത് കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ അവിടെ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ചെയ്യുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. അത് കർത്താവ് വെച്ചിരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ഒരു കാര്യപരിപാടിയാണ്, ഒരു പദ്ധതിയാണ്. അത് ദാനിയേലിനെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉയർപ്പിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ഭാഗം പഴയ നിയമത്തിൽ തന്നെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലും ആ ഭാഗം എടുത്തെങ്കിലും ഒന്ന് വായിക്കാമോ? ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം പ്ലീസ്. പക്ഷേ 12:2 അതെ വായിച്ചു. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കുമായും ഉണരും. മതി താങ്ക് യു. അപ്പൊ നോക്കിയേ, ഇത് പുതിയ നിയമത്തിന്റെ ഒരു വ്യവസ്ഥയല്ല. പഴയ നിയമത്തിൽ തന്നെ ദൈവം വളരെ ശക്തമായി ദാനിയേലിനോടുള്ള ബന്ധത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നതായ കാര്യമാണെന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതാണ് ദൈവമക്കളുടെ പ്രത്യാശ, അല്ലെ? നമ്മുടെ പ്രത്യാശയുടെ ഒരു ഭാഗമാണ് ക്രിസ്തുവിൽ മരിച്ചവർ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. അത് നമ്മുടെ ക്രിസ്തീയ പ്രത്യാശയുടെ ഒരു ഭാഗം കൂടിയാണ്. അത് ദൈവം ഏർപ്പെടുത്തിയതായിരിക്കുന്ന ഒരു പദ്ധതി, ഒരു പരിപാടിയുമാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു വലിയ വെളിപ്പാട് ആർക്ക് കിട്ടിയിട്ടുണ്ട്? പൗലോസിന് ലഭിച്ചിട്ടുണ്ട്. ഈ കർത്താവിന്റെ വരവിനെ സംബന്ധിച്ചും കർത്താവിന്റെ സഭയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഭാവി പ്രത്യാശയെക്കുറിച്ചൊക്കെ വെളിപ്പെട്ട് കിട്ടിയത് പൗലോസിനാ. പൗലോസ് അത് ഇവിടെ വ്യക്തമാക്കി നമ്മളോട് അറിയിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പൗലോസ് ഇതെല്ലാം പറഞ്ഞു വന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ജഡത്തിൽ തനിക്ക് ഒരുപാട് പ്രശംസിക്കാനായിട്ട് വകയുണ്ടായിരുന്നെങ്കിലും അതെല്ലാം താൻ ചപ്പും ചവറും എണ്ണിയതിന്റെ കാരണം ഇതാണെന്നാണ് പൗലോസ് പറയുന്നത്. കാരണം ജഡികമായിട്ടുള്ളതായ പ്രശംസയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പൗലോസിന് എണ്ണി പറയാനുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് ചിന്തിച്ചതാ, അല്ലേ? ആ കാര്യങ്ങളൊക്കെ ജഡപ്രകാരം പ്രശംസിപ്പാനായിട്ട് തനിക്കുണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം താൻ എങ്ങനെ എണ്ണിയെ? ചപ്പും ചവറും ഛേദമെന്നൊക്കെ എണ്ണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ അതെല്ലാം നിസ്സാരമായിട്ട് പൗലോസ് കണ്ടതിന്റെ കാരണം ഭാവിയിൽ തനിക്ക് ലഭിക്കാൻ പോകുന്നതായിരിക്കുന്ന ആ പ്രത്യാശയുടെ വലിപ്പം മനസ്സിലാക്കിയിട്ടാണ് പൗലോസ് അതെല്ലാം എന്ത് ചെയ്തത്? ചപ്പും ചവറുമെന്ന് എണ്ണുവാനായിട്ട് ഇടയായത്. ഇതൊക്കെ നാം ചിന്തിക്കുകയും പഠിക്കുമ്പോഴൊക്കെ നാമും ആ ഒരു അനുഭവത്തിലേക്ക് വരണം കേട്ടോ. അതാണ് നമ്മെക്കുറിച്ച് ദൈവവചനം ആഗ്രഹിക്കുന്നത്. കാരണം ഈ ലോകത്തിലെ സ്ഥാനങ്ങളും മാനങ്ങളും നേട്ടങ്ങളും സമ്പത്തും എന്ന് വേണ്ട ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയുള്ളതാ? താൽക്കാലികമാണ്. അതൊന്നും നിത്യമല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ പൗലോസിനോടുള്ള ബന്ധത്തിൽ, പൗലോസിന്റെ ഭാഷയിൽ നാം ചിന്തിച്ചാൽ നമുക്ക് ഇവിടെ ഉള്ളതിനേക്കാൾ വലിയ പ്രത്യാശയാണ് ഭാവിയിൽ ലഭിക്കാനുള്ളത്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പ്രത്യാശയുടെ ഒരു ഭാഗമാണ്. നാം ക്രിസ്തുവിൽ മരിച്ചാൽ ഒരു ദിവസം കർത്താവിന്റെ വരവിൽ നാം എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽക്കുന്ന എങ്ങനെയാ? നമ്മുടെ ഈ ശരീരത്തോടെ അല്ല. ദ്രവത്വമായ ശരീരമാണ് ഇപ്പോഴുള്ളത്. നമുക്ക് അന്ന് അദ്രവത്വമായ ഒരു ശരീരം കിട്ടും. ഇന്ന് ഭൗമികമായ ഒരു ശരീരമാണുള്ളത്. അന്ന് ആത്മീയമായൊരു ശരീരം കിട്ടും. ഇന്ന് മൺമയമാകുന്ന ഒരു ശരീരമാണുള്ളത്. അന്ന് സ്വർഗീയമായൊരു ശരീരം കിട്ടും. അത് തന്നെയാണോ മരിച്ച സകല വിശുദ്ധന്മാരെ നമുക്കന്ന് കാണാം കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനവധി ഉണ്ടായാലും ഈ പ്രത്യാശയാണ് നമ്മെ എന്ത് ചെയ്യുന്നത്? ഓരോ ദിവസവും ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ടാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം ചപ്പും ചവറുമായിട്ട് എണ്ണിയിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് കാരണം. മാത്രമല്ല അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് താൻ എന്ത് ചെയ്യുകയോ? ഓടുകയാണ്. താനൊരു ഓട്ടക്കാരനാണ് അല്ലേ? ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടത്തിന് തുല്യമാണ്. ആ ഓട്ടക്കളത്തിലെ ഒരു ഓട്ടക്കാരനാണ് ആര്? പൗലോസ് അല്ലേ? ഏതെല്ലാം നിലകളിലാണ് ക്രിസ്തീയ ജീവിതത്തെ പൗലോസ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോ ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടത്തിന് തുല്യമാണ്. അപ്പോൾ താൻ എങ്ങനെയാ ഓടുന്നത്? പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിലേക്ക് ആഞ്ഞും കൊണ്ട്. അപ്പം ഓട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പൗലോസ് 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ജഡപ്രകാരം പ്രശംസിക്കാൻ ഉണ്ടായതൊക്കെ തനിക്ക് ലഭിക്കാൻ പോകുന്ന ഭാവി പ്രത്യാശയെ ഓർത്തിട്ട് അതെല്ലാം ചപ്പും ചവറുമാണെന്ന് എണ്ണി താൻ അതെല്ലാം നിസ്സാരമാക്കിയിട്ട് താൻ പറയുകയാണ്, ഞാൻ ഒന്ന് ചെയ്യുകയാ. എന്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ മുൻഗണന എന്താണെന്നാണ് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. എന്താണ് പൗലോസ് എന്താ ചെയ്യുന്നത്? ഒന്ന് ഞാൻ ചെയ്യുന്നു. എന്തോ അത്? പിൻപിലുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്യുകയാ? മറക്കുക. പിൻപിലുള്ളത് മറക്കുക. മറന്നിട്ട് എന്താ ചെയ്യുന്നേ? മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് താൻ എന്ത് ചെയ്യുകയാണ്? ഓടുകയാണ്. ആ ഒരു ഓട്ടക്കാരന്റെ ആ ലക്ഷ്യവും ആ ഓടുന്നതിന്റെ കാരണമൊക്കെ പൗലോസ് ഇവിടെ പ്രസ്താവിക്കുകയാണ്. വിരുദ്ധനായിട്ടാണ് താൻ ഓടുന്നത്. ബിരുദം എന്ന് പറഞ്ഞാൽ തനിക്ക് ലഭിക്കാൻ പോകുന്നതായിരിക്കുന്ന ആ പ്രതിഫലത്തെ കുറിച്ചാണ് ഇവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു. ഒന്ന് വാസ്തവത്തിൽ ഞാൻ ഈ വാക്യം ഇടയ്ക്കിടയ്ക്ക് ഈ സഭായോഗവും നമ്മുടെ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്.
ഇത്രയും ശക്തനും പ്രാപ്തനും വിദ്യാസമ്പന്നനൊക്കെയായ പൗലോസിന് ഒരു സമയം ഒരു കാര്യം ചെയ്യാനുള്ള കഴിവേ ഉള്ളല്ലേ. എന്നാ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ പേന റിപ്പയർ ചെയ്യുന്ന കാണാം, പിള്ളേരെ കളിപ്പിക്കുന്നത് കാണാം, പല കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ ഇത്രയും കഴിവൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കുണ്ടോ എന്ന് ഞാൻ ഓർത്തു പോകാറുണ്ട്. പൗലോസിന് പോലും ഒരു കാര്യം ചെയ്യാനുള്ള കഴിവേ ഉള്ളെന്നാ പറയുന്നത്. ഒന്നേ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോയതേ ഉള്ളു കേട്ടോ. അപ്പോ ഓട്ടമോടി ബിരുദ് വാങ്ങാനുള്ള കാര്യം എന്തെല്ലാമാണെന്ന് നാം അല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ആ ഓട്ടക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഓട്ടം വീക്ഷിക്കുന്ന സാക്ഷികൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടെന്ന് ഓർത്തോണം കേട്ടോ. നമുക്കറിയാം, സ്കൂളിലും കലാമണ്ഡലങ്ങളൊക്കെ നാം ശ്രദ്ധിച്ചാൽ ഈ സ്പോർട്സിന്റെ സമയത്തൊക്കെ ഓട്ടം നടത്തുന്ന കുട്ടികളെ കാണാൻ കഴിയും അല്ലേ. അപ്പം അവർ ഓടുന്നതിന്റെ രണ്ട് സൈഡിലും ആൾക്കാർ നിന്നുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാൻ കഴിയും. നോക്കിക്കേ, ഇബ്രായ ലേഖനം 11-ാം അധ്യായം മുഴുവൻ സാക്ഷികളുടെ ഒരു സമൂഹമാണ് കേട്ടോ. ഹാബേൽ മുതൽ സകല വിശുദ്ധന്മാരും മരിച്ച തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നുപോയെങ്കിലും അവരെല്ലാം സാക്ഷികളുടെ ഒരു സമൂഹമാണെന്ന് മറക്കരുത്. അവരും നമ്മളെപ്പോലെ ഓടിയവര് ബിരുദ പ്രാപിച്ചവർ. അപ്പം നമ്മുടെ ഓട്ടത്തിന് ശ്രദ്ധിക്കുന്നതായ സാക്ഷികൾ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അവരുടെ ജീവിതത്തിലൊക്കെ നേരിട്ടതായ പ്രതികൂലത്തിന്റെ മധ്യത്തിലും അവർ ഓട്ടം ഓടി തീർത്തു കേട്ടോ. അവര് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരാ. അതാണ് അവിടെ കാണാൻ കഴിയുന്നത്. സ്ഥിരതയോടെ ഓടണം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുവേണം ഓടാൻ. ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കിക്കൊണ്ട് വേണം ഓടുവാൻ. നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് വേണം നാം ഓടി നമ്മുടെ ഓട്ടം തികയ്ക്കുവാൻ. ചുരുക്കി പറഞ്ഞാൽ, ദൃശ്യമായ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അദൃശ്യമായ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടുന്ന ഓട്ടക്കാരാണ് നമ്മളെല്ലാവരും എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. നമുക്കറിയാം, അനേകർ ഓട്ടക്കളത്തിൽ വീണുപോയി, അവർ പരാജയപ്പെട്ടു കേട്ടോ. എന്നാൽ നമ്മെ കർത്താവ് ഇന്നും അതിനായിട്ട് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓട്ടം ഒരിക്കലും ക്ഷീണിച്ചു പോകുവാനായിട്ട് ഇടയാകരുത്. നമുക്കെല്ലാവർക്കും കർത്താവിന്റെ രാജ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയാകണം. ഒരു കാര്യം ഓർത്തുകൊള്ളണം, കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് വരുമ്പോൾ പോകാൻ സാധിച്ചില്ലെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഓട്ടോ അധ്വാനം എല്ലാം വെറുതായി തീരുവാനിടയാണ്. പിന്നെ ഒരു ചാൻസ് ഇല്ല. പിന്നെ കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ ഒരു ചാൻസ് ഇല്ല. റോഡിൽ ഇറങ്ങി നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് കൃത്യസമയത്തുള്ള വണ്ടി കിട്ടിയില്ലെങ്കിലും പിന്നെ അവിടെ കാത്തു നിൽക്കും, എന്തിനാ അടുത്ത വണ്ടി വരട്ടെ അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ചാൻസ് ഇല്ലെന്നുള്ളൊരു കാര്യം എല്ലാവരും ഓർത്തുകൊള്ളണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കർത്താവിന്റെ വരവ്, അതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. ആ കർത്താവിന്റെ വരവിൽ, കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം ആകാശമണ്ഡലങ്ങളിൽ മാറ്റൊലി കൊള്ളുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് പുത്തൻ ശരീരത്തോടെ വരുമ്പോൾ ഈ നാമം രൂപാന്തരം പ്രാപിച്ചൊരു പുതിയ ശരീരം പ്രാപിച്ച് തേജസ്സിന്റെ
ആ ശരീരത്തോടെ അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ നാം മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ഒരു സുദിനമുണ്ട്. അതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം നമ്മൾ മറന്നു പോകരുത്. അതേത് സമയത്തും നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ആ ഒരു ചിന്ത ഉണ്ടായിരിക്കും. നാം ഭക്ഷണം കഴിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോഴും എന്ന് വേണ്ട, നാം ഏത് രംഗങ്ങളിൽ ആയിരുന്നാലും നമ്മുടെ ലക്ഷ്യം കർത്താവിന്റെ വരവെന്നുള്ളതാണ്. നമ്മൾ എടുക്കപ്പെടുവാനായിട്ട് ഇടയാകണം. 15-ാം വാക്യം അവിടെ പറയുകയാണ്. 15-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടും. 16-ാം വാക്യം, എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനത്തെ തന്നെ അനുസരിച്ച് നടക്കുക. അപ്പോൾ തികഞ്ഞവരായി തീരുക എന്നുള്ളതാണ് 15-ാം വാക്യത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. 16-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം, അതായത് യേശുക്രിസ്തുവിനെ കുറിക്കുന്നതായ പരിജ്ഞാനത്തിൽ നിലനിന്ന് പോകണമെന്നാണ് പൗലോസ് ഈ വേദഭാഗത്തൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. എല്ലാവരും പൗലോസിനെ പോലെ അനുകരിക്കുന്നവരായി തീരണമെന്ന് 17-ാം വാക്യത്തിൽ താന് പ്രസ്താവിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവേ. നോക്കിക്കേ, പൗലോസിന്റെ ആത്മബലമൊന്ന് നോക്കിക്കേ. എന്നെ അനുകരിപ്പാനാണ് പൗലോസ് പറയുന്നത്. പലർക്കും പറയുവാൻ കഴിയാത്തതായ ഒരു സ്റ്റേറ്റ്മെന്റാണ്. പലരും പറയുന്നത് എന്നെ നോക്കണ്ട, നിങ്ങൾ കർത്താവിനെ നോക്കിയാൽ മതി എന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നത് നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. എത്ര മനസ്സാക്ഷിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് അങ്ങനെ പറയുവാൻ സാധിക്കും. ദൈവത്തോട് മനുഷ്യരോട് നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏതെല്ലാം കാര്യത്തിലാണ് അനുകരിക്കേണ്ടെന്നറിയാമോ? ഒന്ന്, ദൈവത്തിലുള്ള വിശ്വാസം. എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം, അതായത് 2 തിമോഥെയോസ് 1:12. വായിക്കണ്ട, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. 2 തിമോഥെയോസ് 1:12. ദൈവത്തിലുള്ളതായിരിക്കുന്ന പൗലോസിന്റെ വിശ്വാസത്തെ നമ്മൾ എന്ത് ചെയ്യണമെന്നാ? അനുകരിക്കണം. പൗലോസിനെ പോലെ ദൈവത്തിങ്കിൽ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് അനുകരിക്കണമെന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. 2, സഭയോടും ദൈവജനത്തോടുമുള്ളതായ സ്നേഹവും കരുതലും. സഭയോടും ദൈവജനത്തോടുമുള്ളതായ പൗലോസിന്റെ സ്നേഹവും കരുതലും അത് അനുകരിപ്പാൻ കൊള്ളാവുന്നതാണ് കേട്ടോ. 2 കൊരിന്ത്യർ 11:28 മുതൽ 31 വരെ. 2 കൊരിന്ത്യർ 11:28 മുതൽ 31 വരെ. എന്തോ വിഷയം? സഭയോടും ദൈവജനത്തോടുമുള്ളതായിരിക്കുന്ന പൗലോസിന്റെ സ്നേഹവും കരുതലും അത് അനുകരിപ്പാൻ കൊള്ളാവുന്നതാണ് കേട്ടോ. അടുത്തത് വചനം അല്ലെങ്കിൽ ഉപദേശം പൗലോസ് അനുസരിക്കുന്ന വ്യക്തിയാണ്. ദൈവവചനം അല്ലെങ്കിൽ ഉപദേശം പൗലോസ് അനുസരിക്കുന്ന വ്യക്തിയാണ്, പാലിക്കുന്ന വ്യക്തിയാണ്. അതിനെ അനുകരിക്കണം. 1 തിമോഥെയോസ് 4:16. 1 തിമോഥെയോസ് 4:16. അടുത്തത് കർത്താവിന്റെ വേലയെക്കുറിച്ചുള്ള എരിവ്. കർത്താവിന്റെ വേലയെക്കുറിച്ചുള്ള എരിവ് 2 കൊരിന്ത്യർ 11:23. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ അനുകരിപ്പീൻ എന്ന് ഫിലിപ്പിനോട് പൗലോസ് പറയുക. എത്ര ധൈര്യം ഉണ്ടായിട്ട് അത് പറയുന്നത് അല്ലേ? തന്നെ കുറിച്ച് ഒരു കുറ്റവും ആർക്കും പറയുവാനായിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം. ആ ഒരു ധൈര്യം പൗലോസിനുണ്ട്. വിശ്വാസിയുടെ മുൻപിൽ വളരെ മാതൃകയായിട്ട് ജീവിക്കുന്ന ഒരു മനോഭാവം
പൗലോസിനുള്ളത് കൊണ്ടാണ് ധൈര്യത്തോടെ പറഞ്ഞത്, എന്നെ നിങ്ങൾ അനുകരിപ്പേ. ആ അനുകരിക്കേണ്ടതായ കാര്യങ്ങളാണ് നമ്മളിവിടെ നോട്ട് ചെയ്യുവാനായിട്ടിടയായി. എന്നിട്ട് ഫിലിപ്പിയ സഭയിലുള്ളതായിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് പൗലോസ് അറിഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ക്രൂശിന്റെ ശത്രുക്കൾ അവരെ കുറിച്ച് വിമർശിക്കുകയാണ് പൗലോസ്. കർത്താവിന്റെ ക്രൂശിന്റെ ശത്രുക്കളെ കുറിച്ച് പൗലോസോട് പറഞ്ഞിരിക്കുകയാണ് 18ഉം 19ഉം വാക്യത്തിൽ. അത് രണ്ടഭിപ്രായമുണ്ട്. വേദപണ്ഡിതന്മാർ പറയുന്നത് ഒന്നുകിൽ വിശ്വാസികളിൽ ചിലരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലരെ അഭിപ്രായപ്പെടുന്നത് വിശ്വാസികളല്ല എന്നുള്ളതാണ്. എന്നാൽ ഭൂരിപക്ഷം വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് വിശ്വാസികളിൽ തന്നെ ഉള്ളവരാണ് ക്രൂശിന്റെ സാക്ഷികളെന്ന്. എന്താ അവരുടെ ലക്ഷണം പറഞ്ഞിരിക്കുന്നത്? അവരുടെ ദൈവം വയറ്. അവരുടെ ദൈവം വയറ്. എന്തുവാ എന്റെ അർത്ഥം? എന്തുവാ? നല്ല ഉണ്ടെങ്കിൽ കഴിക്കണം, അതല്ലേ? ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ലജ്ജയായതിൽ മാനം തോന്നുന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യന് മുമ്പിൽ ലജ്ജയാണെന്ന് പറഞ്ഞാലും അവർക്ക് അതിനകത്ത് എന്തോ വലിയ മാന്യതയാണ്. അങ്ങനെയുള്ളതാണ് അവരുടെ ലക്ഷണം. ക്രൂശിന്റെ ശത്രുക്കളുടെ ലക്ഷണങ്ങളാണ്. മാത്രമല്ല അവരുടെ ചിന്ത എങ്ങനെയുള്ളതാണ്? ഭൂമിയിലുള്ളതാണ് അവരുടെ ചിന്ത. അപ്പം പൗലോസ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവർക്ക് ലേഖനത്തിൽ കൂടെ എഴുതി അറിയിക്കുകയാണ്, നിങ്ങൾ അവരെ ശ്രദ്ധിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ഈ അധ്യായത്തിന്റെ അവസാന വാക്യം വരുമ്പോൾ പ്രത്യാശ ഉണർത്തുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് പൗലോസ് അവരെ ബലപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ കാഴ്ചയുള്ള ശരീരത്തെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എത്ര പ്രത്യാശ നിറഞ്ഞതായ വേദഭാഗമാണെന്ന് അറിയാമോ അത്? ഇതെല്ലാം പറഞ്ഞിട്ട് പൗലോസ് ഫിലിപ്പ്യരോട് പറയുകയാണ്, കേട്ടോ, നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ കൂടെ മാത്രമേ ഇവിടെ പാർക്കുകയുള്ളൂ. നമുക്കറിയാം, റോമൻ പൗരത്വമുള്ളതായിരിക്കുന്ന അധിക പങ്കും പടയാളികളാണ് ഫിലിപ്പിയ പട്ടണത്തിൽ പാർക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. അവർക്കെപ്പോഴും അവരുടെ സ്വന്തം നാട്ടിൽ പോകണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അതിനെയൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പ്യരോട് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അവിടെ പാർക്കുന്ന റോമൻ പടയാളികളുടെ പൗരത്വം അവർക്ക് റോമിലാണ്. അവരെപ്പോഴും അവിടെ ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ വിശ്വാസികളായ നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സ്ഥിരവാസികളല്ല, നമ്മളിവിടെ പരദേശികളാണ്. ഒരു ദിവസം നമ്മുടെ പൗരത്വമുള്ളതായ സ്വർഗത്തിലേക്ക് നമ്മൾ കടന്നു പോകും. അതിനു മുൻപായി നമ്മുടെ രക്ഷിതാവായ കർത്താവ് അവിടെ നിന്ന് വരും. എന്തിന്? നമ്മെ വിളിച്ച് ചേർക്കുവാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ആ പ്രത്യാശ കൊണ്ട് നിങ്ങൾ നിറയപ്പെടണം എന്നാണ് പൗലോസ് ഫിലിപ്പ്യരോട് എടുത്ത് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ സ്ഥിരവാസികളല്ല കേട്ടോ, നമ്മളിവിടെ താൽക്കാലികമായിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും, യോബിന്റെ ഭാഷയിൽ, ഞാൻ നഗ്നനായി വന്നു നഗ്നനായി തന്നെ പോകും. ആ ഒരു ചിന്തയാണ് നമുക്ക് ലോകത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും ലോകത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തന്നതാ, അത് ദൈവത്തിന് എടുക്കാനും കഴിവുണ്ട്, അത് നമ്മുടെ വകയല്ല. അതുകൊണ്ട് ആ ചിന്തയോടെ വേണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുവാൻ. ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന്
ഒരു മകൻ പഠിച്ച് അവൻ വിദേശത്ത് പോയി നല്ല ജോലി നേടാനിടയാണ്. അവന്റെ വീട്ടുകാരെല്ലാം ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. ആ കുടുംബത്തിൽ നിന്ന് അവൻ പോയി. അവൻ പറഞ്ഞു, എനിക്ക് ശമ്പളം കിട്ടി തുടങ്ങിയ നമ്മുടെ ആ കൊച്ചു വീടൊന്ന് പൊളിച്ചു മാറ്റണം, ഒരു നല്ല വീട് നമുക്ക് പണിയണം. അതിനുള്ളതായ ആ താല്പര്യത്തോടെ അവൻ പണം അയച്ചു കൊടുക്കാൻ തുടങ്ങി. ഓരോ മാസത്തിലും അവൻ പണം അയക്കാൻ തുടങ്ങി. അപ്പൊ എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ പെരത്തറയിൽ തന്നെയാണ് വീട് പണിയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവൻ പറഞ്ഞു, ആ പഴയ വീട് പൊളിച്ച് അല്പം അങ്ങോട്ട് മാറ്റി ഒരു ഷെഡ് അടിക്കണം, ഷെഡിൽ നിങ്ങൾ താമസിക്കണം കുറച്ചു നാള്. 5-8 അംഗങ്ങളുള്ള കുടുംബത്തിലെ മാതാവും പിതാവും മറ്റു മക്കളും ഗ്രാൻഡ് ഫാദറും ഒക്കെ ആ ഷെഡിൽ മാറി താമസിക്കാൻ തുടങ്ങി. ഇടുക്കമുള്ള ചെറിയൊരു ഷെഡാ. അങ്ങനെ മാറ്റി ഷെഡടിച്ചു. ഇവിടെ വീടിന്റെ സ്കെച്ചും പ്ലാനും അതിന്റെ അളവൊക്കെ തീരുമാനിച്ച് ഫൗണ്ടേഷൻ പണി ആരംഭിച്ചു. അങ്ങനെ വീട് ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവര് താമസിക്കുന്ന എവിടെയാ? ആ ഷെഡിനകത്താ. എത്രയോ ഇടുക്കമാണെന്നറിയാം ആ ഷെഡിനകത്ത്. പക്ഷെ ആ താമസം അവർക്കൊരു പ്രശ്നമല്ല. എന്നാ കാരണം? അവിടെ എത്ര ഇടുക്കമാണെങ്കിലും അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊന്ന് നോക്കും. എവിടെയാ? ഈ പണിതുകൊണ്ടിരിക്കുന്ന വീട്. ഈ വീട് പണിത് ഉയരുന്നത് കാണുമ്പോൾ ആ ഇടുക്കം അവരങ്ങ് മറക്കുക കേട്ടോ. അതൊരു ഇടുക്കമേ അല്ലെന്ന് അവര് പറയുന്നത്. എന്താ കാരണം അറിയാമോ? ഇടയ്ക്കിടയ്ക്ക് പണിയുന്ന വീട്ടിലേക്കുള്ള അവരുടെ ശ്രദ്ധയാണ് അതിന്റെ കാരണം. അപ്പൊ ഈ ലോകത്തിൽ നമ്മൾ കഷ്ടങ്ങളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിലും നമ്മുടെ പണിയുന്ന വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിക്കോണം കേട്ടോ. അബ്രഹാം പിതാവ് യാക്കോബിനെ ഏശാവിനെ ഒക്കെ മടിയിൽ ഇരുത്തിക്കൊണ്ട് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിനോട് വായിക്കുന്നുണ്ട്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നത് പോലെ നമ്മുടെ ആത്മദൃഷ്ടി ഉയർത്തി നമ്മുടെ പണിതുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രമിക്കണം കേട്ടോ. ആ വീടിന്റെ പണി ആരംഭിച്ചിട്ട് 2000 വർഷം കഴിഞ്ഞെന്ന് ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുക. അങ്ങനെ പണിത വീട് എവിടെങ്കിലും ഉണ്ടോ? എത്ര മനോഹരമായിരിക്കും, എത്ര സൗന്ദര്യമായിരിക്കും ആ വീടല്ലേ. വെളിപ്പാട് ദിവസം 21-ാം അധ്യായത്തിൽ അതിന്റെ പ്രൗഢിയെക്കുറിച്ചും ഭംഗിയെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആത്മീയ കണ്ണുകൾ ഒന്ന് ഉയർത്തി നോക്കിക്കോണം. എങ്ങോട്ടാ? ദൈവം കർത്താവ് പണിതുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് കേട്ടോ. അങ്ങനെ നോക്കിയാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പൗലോസിനോട് ചേർന്ന് പറയുവാനായിട്ടിടയാവും. നമ്മുടെ കർത്താവ് രക്ഷിതാവായി വരുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം തന്റെ മഹത്വമുള്ള ശരീരത്തോട് എന്ത് ചെയ്യും? അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ ക്ഷയമുള്ള, ഈ രോഗമുള്ള, ഈ ജീർണിച്ചു പോകുന്ന എന്ന് വേണ്ട ഈ ദ്രവിക്കുന്ന ഈ ശരീരം, ഈ താഴ്ചയുള്ള ശരീരം മാറും കേട്ടോ. താഴ്ചയുള്ള ശരീരം മാറി തന്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മൾ എന്ത് ചെയ്യും? അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുത്തും. അതാണ് ഈ ലേഖനത്തിൽ 3-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പിന്നെ തലവേദന ഉണ്ടാകത്തില്ല കേട്ടോ, പിന്നെ നടുവേദന വരത്തില്ലെന്ന്, പിന്നെ കാലുവേദന ഇല്ലെന്ന്, ഷുഗറും കൊളസ്ട്രോളും ബിപി ഒന്നും പിന്നെ നമ്മളെ കയറി പിടിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു ശരീരമാണ് കർത്താവ് നമുക്ക് തരാനായിട്ട് പോകുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാനും അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം 2 ദിവസം നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ 3 ദിവസം
പലപ്പോഴും ക്ഷീണം ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ അങ്ങ് സ്തോത്രം പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് നമുക്ക് ആ പ്രത്യാശ കൊണ്ട് നിറയപ്പെടാം. നമ്മുടെ ശരീരത്തെ കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ നമ്മൾ കാണും, അവനോട് സദൃശന്മാരാകും. അതാണ് നമ്മുടെ പ്രത്യാശ. ഇതിന്റെ കാരണം എന്തെന്നറിയാമോ? സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ഒരു ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തിയാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. മുമ്പേ കേട്ടല്ലോ, അത് പുനരുദ്ധാനത്തിന്റെ ശക്തി മാത്രമല്ല, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്. ഞാനത് പറഞ്ഞു വരാനായിട്ട് ഇത്ര സമയം എടുത്തു, പക്ഷെ അത് സംഭവിക്കാനായിട്ട് കണ്ണിമേയ്ക്കുന്ന ഇടയിൽ അത് സംഭവിക്കുമെന്നാണ് പറഞ്ഞത്. അതിനെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിനെ സ്തുതിക്കാം. 4-ാം അധ്യായത്തിലെ വിഷയം ഒരു ക്രിസ്ത്യാനിയുടെ ശക്തിയെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അധ്യായമാണ്. 4-ാം അധ്യായം ഒരു ക്രിസ്ത്യാനിയുടെ ശക്തിയെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അധ്യായമാണ്. അതിന്റെ 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ക്രിസ്ത്യാനിയുടെ ശക്തിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണ്. ഇവിടെ പൗലോസ് ഫിലിപ്പിയ വിശ്വാസികളെ സംബോധന ചെയ്തത് കണ്ടോ? പ്രിയര്, വാഞ്ചിതര്, സഹോദരങ്ങൾ, സന്തോഷവും കിരീടവും, ഇങ്ങനെയൊക്കെയാണ് ആ ഫിലിപ്പിയ വിശ്വാസികളെ പൗലോസ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സംബോധന ചെയ്യുന്നത്. പ്രിയരെന്ന് പറഞ്ഞാൽ തന്റെ ഇഷ്ടക്കൂടുതൽ കൊണ്ട് അവരെ വിളിച്ചതാ. സാധാരണ ഇഷ്ടമല്ലത്. എത്രമാത്രം ഇഷ്ടമുണ്ടോ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് അവരെ സംബോധന ചെയ്തതാണ് പ്രിയർ. നമുക്കറിയാം, നമ്മുടെ ദൈവം പ്രിയൻ എന്ന് വിളിച്ച ഒരാളുണ്ട് വേദപുസ്തകത്തിൽ. പലരുണ്ട്. അതിൽ മുഖ്യ ഒരു വ്യക്തിയാണ് ദാനിയേൽ. അപ്പം ഇഷ്ടം അത്രമാത്രം ഉള്ളത് കൊണ്ട് ഫിലിപ്പിയ വിശ്വാസികളെ പൗലോസ് വിളിച്ചത് എന്താണ്? പ്രിയർ. അടുത്തത് വാഞ്ചിതർ എന്ന് പറഞ്ഞാൽ താൻ ഉദ്ദേശിക്കുന്ന നിലയിൽ പ്രവർത്തിപ്പാൻ അവരെ ലഭിക്കണം. കർത്താവിന് വേണ്ടി പൗലോസ് പ്രവർത്തിച്ചതുപോലെ ഫിലിപ്പിയ വിശ്വാസികളെയും കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് അവരെ ലഭിക്കണം. ആ ഉദ്ദേശത്തോടാണ് വാഞ്ചിതർ. അതിനായിട്ട് ഞാൻ വാഞ്ചിക്കുന്നതാണ് അതിന്റെ അർത്ഥം. പിന്നെ സംബോധന എന്തുവാ? സഹോദരന്മാർ. ക്രിസ്തീയ ബന്ധത്തിന്റെ ആ ഒരു ആഴമായ അനുഭവത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. സഹോദരൻ, ഒരു ഉദരത്തിൽ നിന്ന് ജനിച്ചവനെന്നാ അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ബന്ധം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉദരത്തിൽ നിന്ന് ജനിച്ച പോലെയുള്ള ആ ഒരു ബന്ധമാണ്. അതിന്റെ ആഴമാണ് സഹോദരൻ. അടുത്തത് സന്തോഷവും കിരീടവും എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയ വിശ്വാസികൾ പൗലോസിന്റെ കിരീടമാ, പൗലോസിന്റെ സന്തോഷമാ. എന്ന് പറഞ്ഞാൽ അവർ കർത്താവിൽ നിലനിൽക്കണമെന്ന് പൗലോസ് അവിടെ ആഗ്രഹിക്കുകയാണ്. ഒരു കർത്താവിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണം. അതൊരു വലിയ വിഷയമാണ് കേട്ടോ, വലിയൊരു വിഷയമാണ്. നമ്മൾ വിശ്വാസത്തിൽ വരുന്നതോ കർത്താവിനെ ഇങ്ങനെ ആരാധിച്ചു പോകുന്നതോ ഒന്നും അല്ല വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ആ ഒരു സത്തെന്ന് പറയുന്നത്. വിശ്വാസത്തിൽ നിലനിൽക്കണം. ഏത് പ്രതിസന്ധി വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും, കൊടുങ്കാറ്റുകൾ ജീവിതത്തിൽ അടിച്ചാലും ദൈവമക്കൾ ദൈവസ്ഥാനത്ത് അന്യപ്പെട്ടു പോകരുത്. പിശാച് എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളെ കൊന്നുകളയണമെന്നുള്ളതൊന്നുമല്ല, നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റിക്കളയണമെന്ന് പിശാച് എപ്പോഴും ആഗ്രഹിക്കുന്നു. അതിനുള്ള പ്രലോഭനങ്ങളാണ് അവൻ ഏത് സമയത്തും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ എല്ലാവരും ഗ്രഹിക്കേണ്ട ഒരു കാര്യം, നിലനിൽക്കണം വിശ്വാസത്തിൽ. അന്ത്യം വരെ വിശ്വാസത്തിൽ ദൈവമക്കൾ എന്ത് ചെയ്യണം? നിലനിൽക്കണം.
നിലനിൽക്കണം. ആരംഭത്തെക്കാൾ ഒരു നല്ല അവസാനം ദൈവമക്കൾക്കുണ്ടായിരിക്കണം. അതാണ് നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിലനിൽക്കണം. ഇവിടെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാന് യുവതിയെയും സുന്ദരിയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ ഉത്സവത്തിൽ പേരുള്ള ക്ലമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ഇവിടെ ഏകാഗ്രതയോടെ ഇരിപ്പാനുള്ള ഒരു പ്രബോധനമാണ് പൗലോസ് പ്രസ്താവിച്ചിരിക്കുന്നത്. ഇവിടെ 2 സഹോദരിമാരുടെ പേരെടുത്ത് പറഞ്ഞിരിക്കുക കേട്ടോ. ആരാ? യുവോദ്യ, മറ്റൊരാള് സുന്ദര. അവരോട് പറയുകയാണ് ഏക ചിന്തയോടെ ആയിരിക്കണം. അവരാ ദൈവസഭയിൽ വിശ്വാസത്തിൽ വന്നതായ 2 സഹോദരിമാര്. അവര് വിശ്വാസത്തിൽ വന്നപ്പോൾ നല്ല സ്നേഹമുള്ളവരും നല്ല പക്വതയുള്ളവരും ഏക ചിന്തയോടെ അഥവാ ഏകാഗ്രതയോടൊക്കെ ജീവിച്ചവരാ. കാലങ്ങൾ കഴിഞ്ഞപ്പോ ആ സഹോദരിമാര് തമ്മിൽ എന്തോ ഒരു ചെറിയ ഇടർച്ചയുണ്ടായി, ചെറിയ പ്രയാസം. ഈ ദൈവസ്നേഹം കുറയുമ്പോഴാണല്ലോ അത് ഉണ്ടാകുന്നത്, അല്ലേ? നമുക്ക് കാരണമൊന്നും അറിയാൻ വയ്യ. കാരണമൊക്കെ പിശാചിന്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ലേ. ഈ ദൈവമക്കൾ തമ്മിൽ ഇങ്ങനെ സ്നേഹത്തോടിരിക്കുന്നത് ഇഷ്ടമില്ല ആർക്ക്? പിശാചിന്. അവനിങ്ങനെ മാറി നോക്കുമ്പോൾ നമ്മളിങ്ങനെ സ്നേഹത്തോടെ ജീവിക്കുന്നതും സന്തോഷിക്കുന്നതും ഐക്യമായിട്ടൊക്കെ സഭയായിട്ട് പോകുന്നു ഒന്നും അവന് കാണുമ്പോൾ പിടിക്കുകയല്ല. അപ്പൊ എന്തെങ്കിലും കാര്യം, ചിലർക്ക് ഇച്ചിരി കാര്യം മതിയല്ലോ, ശകല കാര്യം മതി. കൊച്ചു പിള്ളേർ പറയുന്ന പോലെ എന്നെ ഞുള്ളി, എന്നെ പിച്ചി, എന്നെ നോക്കി, എന്നെ ചിരിച്ചു കാണിച്ചു, ഇതൊക്കെയാ ചിലരുടെ പ്രശ്നം. അയ്യോ, പൗലോസ് ഈ പ്രശ്നമൊക്കെ കേൾക്കുന്നത് എവിടെ കിടന്നുകൊണ്ടാ? കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാ. പൗലോസിന് ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നത്തില്ലെന്ന്. ചിലരുടെ പക്ഷെ എന്നെ നോക്കി ചിരിച്ചില്ലെന്ന്. ചിരിച്ചാ കുഴപ്പം, ചിരിച്ചില്ലേ കുഴപ്പം. ഞാൻ മിക്കവാറും സഭയിൽ ഇങ്ങനെ പറയാറുണ്ട്, ഒരു ദൈവദാസൻ എങ്ങനൊക്കെ നോക്കിയാലും എപ്പോഴും പ്രശ്നം വരും നമ്മുടെ മേൽ. എന്തെങ്കിലും ഒരു തമാശ വാക്ക് പറഞ്ഞാൽ പറയും, ഓ ഉള്ളി ഒരു ജോക്കറാന്നേ, തമാശകാരൻ. ഗൗരവമായിട്ടിരുന്ന എന്നാ പറയും, അയ്യോ എന്നാ മനുഷ്യനാ, ഒന്ന് ചിരിക്കത്ത് പോലും ഇല്ല. ഒരു മാസം ചില വീട്ടിൽ 1-2 പ്രാവശ്യം എന്ന് പോയെങ്കിൽ പറയും, ഇഞ്ഞ് വന്നോണ്ടിരിക്കുവാന്നേ, കൂടെ കൂടിഞ്ഞ് വരുവാ. ഇനി ചെന്നില്ലെങ്കിൽ എന്നാ പറയാം, ഒന്നും പറയണ്ട, നേരത്തെ ഇരുന്ന ഭാഷയാണെങ്കിൽ എന്നും വന്നോണ്ടിരുന്ന അതേ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് 45-48 വർഷം ഈ ശുശ്രൂഷ ചെയ്തതിന്റെ അനുഭവത്തും കൂടെ ഒക്കെ ഞാനീ പറഞ്ഞു, അല്ലാതെ പുസ്തകത്തിൽ വായിച്ച കാര്യമൊന്നും അല്ലത്. അപ്പൊ അതുകൊണ്ട് എന്നാന്ന് ചോദിച്ചാൽ, ചിരി വന്നില്ലേലും ചിലപ്പോ ചിരിച്ചു കളയും. കാരണം നമുക്കെന്നാ കാശ് മുടക്കുണ്ടോ? ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയ പോരെ, അതിനേതാണ്ട് കാശ് മുടക്കുണ്ടോ? അതുകൊണ്ട് ഈ സന്തോഷത്തോടും സൗഖ്യത്തോടും നന്ദിയോടൊക്കെ ജീവിക്കുന്നത് പിശാചിന് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ ഈ സുന്ദരയും ഈ യുവതിയും തമ്മിൽ വളരെ സ്നേഹമുള്ളവരായിരുന്നു ഒരു കാലത്ത്. എന്തോ വിഷയം നമുക്കറിയാൻ വയ്യ, നമ്മള് ആകാത്തൊന്നും പറയേണ്ട കാര്യമില്ല. എനിക്ക് വേണേ പറയാനറിയാം ഇന്ന കാര്യം കൊണ്ടായിരിക്കും, പക്ഷെ അത് നമ്മൾ പറയുന്നത് ശരിയല്ല. എന്തുവായാലും ഇവര് തമ്മിൽ ഇപ്പം
വലിയ കോളില്ല, വലിയ സ്നേഹമൊന്നുമില്ല. അതാരറിഞ്ഞു? പൗലോസ് അറിഞ്ഞു. അതുകൊണ്ട് അവരോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഏക ചിന്തയോടിരിക്കണം. നിങ്ങൾ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടവരായിരുന്നു ഒരു കാലത്ത്. എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾ വളരെ എരിവുള്ളവരായി പ്രവർത്തിച്ച സഹോദരിമാരാണ്. നിങ്ങള് നിങ്ങളുടെ സാമ്പത്തികം ഒക്കെ മുടക്കി കർത്താവിന്റെ വേല ചെയ്തവരാണ്. നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചവരാണ്. ദൈവദാസന്മാരെ ശുശ്രൂഷിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ അകന്ന് മാറിയിരിക്കരുത്. അത് ദൈവസഭയ്ക്ക് തന്നെ അത് പ്രയാസമാണ്. നിങ്ങൾ ഏകചിന്തയോടിരിക്കണം, ഏകാഗ്രമായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് അവരെ പ്രബോധിപ്പിക്കുന്ന അനുഭവമാണ്. പൗലോസ് ആരുടെയും പക്ഷം കൂടിയില്ല കേട്ടോ. പൗലോസ് ആരെയും വഴക്ക് പറയുന്നുണ്ടോ? സുന്ദരയെയും വഴക്ക് പറഞ്ഞില്ല, യുവതിയും വഴക്ക് പറഞ്ഞില്ല. ആരുടെയും പക്ഷം കൂടത്തില്ല ദൈവദാസൻ. അവരെ രണ്ടുപേരെയും ഒരുപോലെ പറഞ്ഞ് അവരെ രമ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും അവരെ പൗലോസ് ഉപദേശിക്കുകയാണ്, നിങ്ങൾ ഏകചിന്തയോടിരിപ്പീൻ. മാത്രമല്ല, ജീവപുസ്തകത്തിൽ പേരെഴുതിയതായവരെ കുറിച്ച് പൗലോസ് അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതാണ് ജീവന്റെ പുസ്തകം? ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത് മരിച്ചവരായിരുന്നവർ, പാപികളായിരുന്നവർ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്നവരുടെ പേര് എഴുതുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം. സ്വർഗത്തിലുള്ളതായ പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ടൊരു പുസ്തകമാണ് ജീവന്റെ പുസ്തകം. നമ്മുടെ പേരെഴുതിയിരിക്കുന്ന രജിസ്റ്റർ ബുക്കാണ് ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത്. അത് സ്വർഗത്തിലാണ് ഉള്ളത്. നമ്മുടെ പേര് നാം രക്ഷിക്കപ്പെട്ട ദിവസം ആ പുസ്തകത്തിൽ എഴുതുവാനായിട്ട് ഇടയായി എന്ന് ഈ ഭാഗത്ത് നമ്മൾ ഓർത്തുകൊള്ളണം. വീണ്ടും 4-ാം വാക്യത്തിൽ പൗലോസ് അവരെ സന്തോഷിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, 5-ാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ സൗമ്യതയുള്ളവരായിരിക്കണം. 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അത് പറഞ്ഞത് നിങ്ങളുടെ സൗമ്യത എല്ലാവരും അറിയണമെന്നാണ്. നമ്മുടെ കർത്താവ് ആരായിരുന്നു? അവന് സൗമ്യനായിരുന്നു. മത്തായി സുവിശേഷം 11:29 വാക്യം വായിക്കുമ്പോൾ കർത്താവിന്റെ സൗമ്യതയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സൗമ്യത വേണം, ദൈവമക്കൾക്ക് സൗമ്യത ഉണ്ടായിരിക്കണം. ഈ ലോകത്തിൽ ഏത് കാലത്ത് ജീവിക്കുന്നവരായാലും ദൈവമക്കളെ കുറിച്ച് പൗലോസ് ആഗ്രഹിക്കുന്നത് ഫിലിപ്പിയിലുള്ളവർ മാത്രമല്ല, ദൈവമക്കൾ എല്ലാവരും എല്ലായിടത്തും എപ്പോഴും ഏത് കാലത്തും ആരായിരിക്കണം? സൗമ്യത ഉള്ളവരായിരിക്കണം. നമുക്ക് സൗമ്യത കണ്ടുപിടിക്കുവാനായിട്ടുള്ള നമ്മുടെ കർത്താവാകട്ടോ. നമ്മുടെ കർത്താവ് സൗമ്യനായ ഒരു വ്യക്തിയായ, അല്ലേ? രോമം കത്രിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതിരുന്ന കുഞ്ഞാടെന്നൊക്കെയാണ് യേശുവിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം സൗമ്യതയാണ് കർത്താവിന്റെ ദാസൻ ഓർപ്പിക്കുന്നത്. സൗമ്യതയെ കുറിച്ച് ചില കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തോണേ. സൗമ്യത ആത്മാവിന്റെ ഫലമാണ്. സൗമ്യത എന്താണ്? ആത്മാവിന്റെ ഫലമാണ്, അല്ലേ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അപ്പൊ ആത്മാവിന്റെ ഫലമാണ് സൗമ്യത. ഗലാത്യർ 5:23. അടുത്തത്, ഒരുവൻ തെറ്റിലകപ്പെട്ടാൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ സൗമ്യതയോടെ ഇടപെടണം.
ഒരാളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നമുക്ക് സൗമ്യത ആവശ്യമാണ്. ഒരാൾ തെറ്റിലകപ്പെട്ടാൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ സൗമ്യത ആവശ്യമാണ്. ഗലാത്യർ 6:1. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് സൗമ്യതയോടെ ജീവിപ്പാനാണ്. സൗമ്യതയോടെ ജീവിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എഫേസ്യർ 4:2. സൗമ്യത നാം ധരിക്കുന്നവരായിരിക്കണം. സൗമ്യത ധരിക്കണം. കൊലോസ്യർ 3:12. വചനത്തെക്കുറിച്ചുള്ള പ്രതിവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൗമ്യതയോടെ വേണം ഇടപെടുവാൻ. ഒന്ന് പത്രോസ് 3:15. സൗമ്യതയെ പറ്റിയുള്ളതായിരിക്കുന്ന കാര്യങ്ങള് മുന്നോട്ട് എഴുതുന്നു മാത്രം. വീണ്ടും അടുത്ത വാക്യം നാം വായിക്കുമ്പോൾ 6-ാം വാക്യത്തിൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്നാണ് പൗലോസ് പറയുന്നത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയും അപേക്ഷയും സ്തോത്രവും ആണ് അവിടെ ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളുടെ മുഖത്ത് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ അത് അറിയിക്കുക അത്രേ വേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരപ്പെട്ടത് കൊണ്ട് ഗുണമുണ്ടാകത്തില്ലെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. പക്ഷെ ആ വിചാരപ്പെടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ കാര്യങ്ങൾ അറിയിക്കുകയുമാണ് ആവശ്യമായിരിക്കുന്നത്. എന്തായാലും നമ്മൾ മനുഷ്യരായതുകൊണ്ട് വിചാരപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് തീർച്ചയായും ഉണ്ടാകുന്ന ഒരു കാര്യം. അതുകൊണ്ട് പൗലോസ് അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വിചാരപ്പെടാതിരിക്കുവാൻ പത്രോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. പത്രോസ് ഒരു നല്ല മറുപടിയാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അപേക്ഷിച്ച് ദൈവസന്നിധിയിൽ അറിയിച്ചാൽ അത് പെട്ടെന്ന് കിട്ടുമെന്നല്ല പൗലോസ് പറയുന്നത്. എന്താ അതിന്റെ താഴത്തെ വാക്യം? സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനത്താൽ ദൈവം നമ്മെ നിറയ്ക്കും. അപ്പൊ നമ്മുടെ ഈ വിചാരത്തിന്റെ മുഖത്ത് നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ എത്ര വലുതായാലും അത് സാധിച്ചു കിട്ടിയില്ലെങ്കിലും
അതിനുടനെ മറുപടി കിട്ടിയില്ലെങ്കിലും പൗലോസ് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. സകല ബുദ്ധിയേക്കാളും കവിയുന്ന സമാധാനം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കും. അതാണ് ഒരു വലിയ അനുഗ്രഹം. അതാണ് ഒരുപക്ഷെ ആ ഒരു അനുഭവം നമുക്ക് കാണുമെന്ന് ഞാൻ കരുതിയ. കാരണം വലിയ മല പോലുള്ള ഏത് വിഷയങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ ചെന്ന് നമ്മൾ ആ വിഷയത്തിന് വേണ്ടി ഒരു അരമണിക്കൂർ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് കരഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ കാര്യങ്ങൾ പരിമേൽപ്പിച്ചു കഴിയുമ്പോൾ ആ വിഷയം സാധ്യമായി തീർന്നില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിന് ഉടനെ എന്ത് കിട്ടും? സമാധാനം. അത് ആവശ്യം കേട്ടോ. അത് ലോകമനുഷ്യർക്ക് രഹസ്യമായിരിക്കുന്ന ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാരങ്ങളുണ്ട്. ലോകക്കാർ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ ഭാരം കാണും. പക്ഷേ അവരെക്കാൾ നമ്മൾ സന്തോഷത്തോട് സമാധാനത്തോട് ഇരിക്കുന്നതിന്റെ ഏക കാരണം എന്താണെന്നറിയാവോ? നമ്മൾ പ്രാർത്ഥിച്ച് വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പരിമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ദൈവം വിഷയം ഏറ്റെടുത്തിരിക്കുന്നുള്ള ധൈര്യം. അതാണ് നമ്മൾ ഈ സന്തോഷത്തോടെ ജീവിക്കുന്നതിന്റെ കാരണം. അതാ നമുക്കിപ്പോ ഒരു 10,000 രൂപ ആവശ്യമായെന്ന് വിചാരിക്കുക. നമ്മൾ ഒരാളോട് ചോദിച്ചു, അത് നാളെ രാവിലെ കിട്ടേണ്ടതാ. പക്ഷേ ആ ആളോട് ചോദിച്ച് അദ്ദേഹം തരാമെന്ന് പറഞ്ഞു, തന്നില്ല. തരാമെന്ന് പറഞ്ഞപ്പോ നമുക്ക് എന്ത് കിട്ടി? സമാധാനമായില്ലേ? അതാണ് പ്രാർത്ഥനയിൽ ലഭിക്കുന്ന സമാധാനം എന്ന് പറയുന്നത്. ഏത് വലിയ വിഷയമായാലും, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചായിരുന്നാലും, നമ്മുടെ കടഭാരമായിരുന്നാലും, നമ്മുടെ ആത്മീയ വിഷയമാകട്ടെ, ഭൗതിക വിഷയമാകട്ടെ, ഏത് കാര്യമാകട്ടെ, ആ വലിയ വിഷയം നമ്മുടെ തലയിൽ ചുമന്നുകൊണ്ട് എന്ന് ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ ഭരമേൽപ്പിച്ചപ്പോ നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യം കിട്ടി. കർത്താവ് പ്രാർത്ഥന കേട്ടു, കർത്താവ് തീർച്ചയായും മറുപടി തരും. ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വന്നപ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു? ആ സ്വർഗീയ സമാധാനം ലഭിക്കാനിടയാണ്. ദൈവമക്കളേവരും അനുഭവിക്കുന്ന ഒരു വലിയ സന്തോഷത്തിന്റെ കാര്യമായിരുന്നു കേട്ടോ. അതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നമ്മുടെ സമാധാനത്തിന്റെ കാരണം. ഞാൻ മുൻപോട്ട് പോകട്ടെ. അതിന്റെ 8-ാം വാക്യം, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. ഇവിടെ പറയുന്നത് ഒടുവിൽ, ഈ ലേഖനത്തിന്റെ പ്രാരംഭ ഭാഗം മുതൽ അനേക വിഷയങ്ങൾ ദൈവമക്കളെ ഓർപ്പിച്ചുണർത്തി അവരെ ധൈര്യപ്പെടുത്തിയ ശേഷം ഒടുവിൽ, ഇതെല്ലാം എനിക്ക് വിവരിപ്പാൻ സമയമില്ല, സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തിയായത്, പുകഴ്ചയായത് ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, അനുഭവിക്കുന്നവരായിരിക്കണം എന്ന് പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ്. വീണ്ടും 9-ാം വാക്യം, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിച്ചതുണ്ട്, എന്നിൽ നിന്ന് നിങ്ങൾ കണ്ടതും കേട്ടതുമുണ്ട്. അത് സ്വന്തം അനുഭവത്തിൽ നിന്നും പൗലോസ് അവരെ ഓർപ്പിച്ചുണർത്തുകയാണ്. അത് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളണം എന്ന് നല്ല ഒരു മാതൃകയുടെ വചനം അവരെ ഓർപ്പിക്കുകയും.
19 വാക്യം ശ്രദ്ധിച്ചേ. 19 വാക്യം. സോറി, 10 തൊട്ട് 18 വരെ. 10 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ ഫിലിപ്പിയിൽ നിന്നുള്ളതായ വിശ്വാസികൾ പൗലോസിന് വേണ്ടി സാമ്പത്തികമായ ഒരു കൂട്ടായ്മ അയച്ചു കൊടുത്തതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം പൗലോസ് അവിടെ എഴുതി അവരെ അറിയിക്കുകയും. അതല്ലേ ഇപ്പൊ വായിക്കാൻ സമയം. പൗലോസ് തടവുകാരനായിട്ട് റോമൻ കാരാഗ്രഹത്തിലായിരുന്നു. എന്നാൽ താൻ കുറച്ചു നാള് അവിടെ ഒരു വാടകയ്ക്കൊരു വീടെടുത്ത് അതിൽ താമസിച്ചു. ആ താമസിക്കുന്ന വീടിന് വാടക കൊടുക്കണം. ആ സമയത്ത് ധാരാളം ആൾക്കാർ പൗലോസിനെ കാണാൻ വരും. അവരെ ആതിഥ്യം നൽകി അവരെ സൽക്കരിക്കണം. ഇതിനൊക്കെ പൗലോസിന് ചെലവുണ്ട്. തടവിലാണെങ്കിലും ഇതിനൊക്കെ തനിക്ക് സാമ്പത്തികം വേണം. അപ്പൊ ഇതാര് മനസ്സിലാക്കി? ഫിലിപ്പിയ വിശ്വാസികൾ മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയ ഫിലിപ്പിയ ദൈവമക്കൾ എന്ത് ചെയ്തെന്നറിയാമോ? അവരുടെ ഇല്ലായ്മയിൽ നിന്ന്, അവർക്കുള്ളതിൽ നിന്ന് അവരെന്ത് ചെയ്തു? ഒരു സാമ്പത്തിക കൂട്ടായ്മ പിരിച്ചെടുത്ത്, അവർ ബുദ്ധിമുട്ടിലായിരുന്നെങ്കിലും അത് പൗലോസിന്റെ കയ്യിൽ എത്തണമെന്നുള്ള നിലയിൽ അത് ആരുടെ പക്കൽ കൊടുത്തുവിട്ടു? എപ്പഫ്രോദിത്തോസിന്റെ കൈവശം കൊടുത്തുവിടുവാനിടയായി. ആ ഫിലിപ്പിയ സഭയിലുള്ളതായ ദൈവമക്കളുടെ കർത്താവിന് ദാസനോടുള്ളതായിരിക്കുന്ന ആ മനോഭാവം എത്രയോ പ്രശംസനീയമാണ്, അല്ലേ? എത്രയോ പ്രശംസനീയമാണ്. അത് പൗലോസിന് വളരെ ആശ്വാസമായി തീരുവാനിടയാണ്. വളരെ ആശ്വാസം. അതിന് പൗലോസ് ലേഖനം എഴുതി മറുപടി അയക്കുമ്പോൾ അതിനൊരു നന്ദിയും കൂടെ പറയുന്ന ഭാഗമാണ് ഈ 10 തൊട്ട് 18 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. വാസ്തവത്തിൽ നാം ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുകയും മറ്റുള്ളവരുടെ ഇല്ലായ്മ മനസ്സിലാക്കി നമ്മുടെ ഉള്ള അവസ്ഥയിൽ നിന്ന് അവരെ സഹായിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് ലഭ്യമായി തീരുന്നത്. അങ്ങനെ ചെയ്താൽ ദൈവം നമുക്ക് ധാരാളം പ്രതിഫലം തന്ന് നമ്മളെ മാനിക്കുന്നു. നമ്മൾ സാറിന് ഒരു പാട്ട് പാടുമല്ലോ, ദൈവം കടക്കാരനല്ലേ, ദൈവാർക്കും കടക്കാരനല്ല കേട്ടോ. ഞാൻ ഈ വാക്യത്തിന്റെ ഒക്കെ മുമ്പിൽ ചിലപ്പോൾ ഞാൻ അറിയാതെ എന്റെ കണ്ണുകൾ നിറയാറുണ്ട്. ഈ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചിട്ട് കർത്താവ് നമ്മളെ ഒരിക്കലും മറന്നു കളഞ്ഞിട്ടില്ല. കർത്താവ് നമ്മളെ മറന്നു കളയുന്നവനല്ല പ്രിയപ്പെട്ടത്. കാരണം എൻ്റെ സ്വദേശം മല്ലപ്പള്ളി അടുത്താണ്, നെടുങ്ങാടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് CSI ആണ്. എനിക്ക് 1.5 വയസ്സുള്ള സമയത്ത് ഞാനൊരു തീരാ രോഗിയായി തീർന്നു. ഞാൻ മരിച്ചു പോകുന്ന വൈദ്യന്മാര് പറഞ്ഞ് എന്റെ മരണം സ്ഥിരീകരിച്ച് എന്റെ മാതാപിതാക്കൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ സ്ഥലത്തന്ന് പ്രവർത്തിച്ചതായ ഒരു ദൈവദാസന്റെ അടുക്കൽ കൊണ്ടുചെന്നാൽ പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടുമെന്ന് ആരും പറഞ്ഞതനുസരിച്ച് എന്നെ കൊണ്ടുചെന്നതാ. എന്റെ മാതാപിതാക്കളുടെ മൂത്ത മകനാ ഞാൻ. അങ്ങനെ ആ ദൈവദാസൻ ആത്മപ്രേരണയോടെ എന്നെ കരങ്ങളെടുത്ത് മാതാപിതാക്കളോട് ചോദിച്ചു,
ഇവന് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയാൽ കർത്തൃവേലയ്ക്ക് വേണ്ടി നിങ്ങൾ ഇവനെ കൊടുക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവരെന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു സൗഖ്യം വന്നതാണെന്ന് ഞാൻ പിന്നീട് അറിയാനിടയായി. 1973 ഞങ്ങൾ അവിടുത്തെ സ്ഥലമെല്ലാം വിറ്റാണ് ഈ കണ്ണൂര് വരാനിടയായത്. എന്റെ മാതാപിതാക്കൾ ഇന്നില്ല, അവർ കർപ്പൂർ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അപ്പൊ എന്റെ രോഗസൗഖ്യമാണ് അവരെല്ലാം വിശ്വാസത്തിൽ വരാൻ കാരണം. എന്റെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും ഒക്കെ വിശ്വാസത്തിൽ വരാൻ കാരണം എന്റെ രോഗസൗഖ്യമാണ്. ഞാന് പറഞ്ഞു വന്നതിന്റെ പശ്ചാത്തലം, എന്റെ മാതാപിതാക്കൾ ദൈവദാസന്മാർക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ എന്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. കണ്ണൂര് വന്ന ശേഷവും ഞങ്ങളുടെ സ്ഥലത്തിന്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ അവിടുത്തെ ചർച്ച് ഇരിക്കുന്നത്. നമ്മുടെ ഷാജി പാസ്റ്റർക്ക് അറിയാം, അദ്ദേഹം 2 പ്രാവശ്യം അവിടെ വന്ന് ആരാധനയിൽ സംബന്ധിച്ചു. അപ്പോ വളരെ പട്ടിണിയും പ്രയാസവും ഉണ്ടായിരുന്ന കാലത്ത് പോലും ദൈവമക്കളെയും ദൈവദാസന്മാരെ ഒക്കെ ശുശ്രൂഷിക്കുന്നത് എന്റെ മാതാപിതാക്കളിലൂടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ പട്ടിണി അനുഭവിച്ചൊരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ആ കാലത്തും ദൈവദാസന്മാര് വന്നെന്നറിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങൾക്ക് തരാറുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, അവര് ദൈവത്തിന് വേണ്ടി ചെയ്തതിന്റെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നതെന്നാ പറയാൻ വന്നത്. ഇതുവരെയും ദൈവം കൈവിട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ. ദൈവം എത്ര നല്ലവനാണ്. ദൈവം ആർക്കും കടക്കാരനല്ല. നാം ചെയ്തതായിരിക്കുന്ന പ്രവൃത്തിയുടെ ഫലം ഒരുപക്ഷെ നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ നമ്മുടെ തലമുറകൾ അനുഭവിക്കും കേട്ടോ. അവരെ ദൈവം മാനിക്കുന്ന ദൈവം. അപ്പം ഈ പൗലോസിന് ലഭിച്ചതായിരിക്കുന്ന സാമ്പത്തിക നന്മയുടെ നന്ദി താന് അവരെ എഴുതി അറിയിക്കുമ്പോൾ 17-ാം വാക്യത്തിൽ പറയുകയാണ്, എല്ലാ ദാനത്തിനും ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. അതൊരു സൗരഭ്യവാസനയായി പ്രസാദവും സുഗ്രാഹി യാഗമായി ദൈവം അത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പൗലോസ് അവിടെ ഓർപ്പിക്കുക. പഴയ നിയമത്തിലെ ആ യാഗത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ്. എന്നാൽ അതിനകത്ത് വേറൊരു കാര്യം, നിങ്ങൾ കൊടുത്തു വിട്ടതായിരിക്കുന്ന നന്മയുണ്ടല്ലോ, നിങ്ങളുടെ കഷ്ടതയിലും ഒന്നുമില്ലായ്മയിൽ നിന്നും നിങ്ങൾ തിരിച്ചെടുത്ത് എനിക്ക് വേണ്ടി കൊടുത്തു വിട്ടതായിരിക്കുന്ന ആ കൂട്ടായ്മ അവൻ വിശ്വസ്തയോടെ എന്റെ അടുക്കൽ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തരാനിടയാണ്. അപ്പം എപ്പഫ്രോദിത്തോസ് വളരെ വിശ്വസ്തനായ ഒരു വ്യക്തിയാണെന്നാണ് ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത്. അവനത് കൊണ്ടുവന്നത് മാത്രമല്ല, എന്നെ അവൻ ശുശ്രൂഷിച്ചു ഇവിടെ ആയിരിക്കാനിടയായി. പക്ഷേ മരണത്തോളം എത്തുന്ന രോഗം അവനുണ്ടായി ഇവിടെ വെച്ച്. പക്ഷെ അവൻ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. ദൈവം അവനെ സൗഖ്യമാക്കി. അതുകൊണ്ട് ഞാന് അവനെ തിരിച്ചയക്കുകയാണ്. വളരെ തൃപ്തിയോടെ ഞാനത് സ്വീകരിച്ചിട്ട് അവനെ ഞാൻ എന്ത് ചെയ്യുകയാണ്? തിരിച്ച് അയക്കുകയാണ്. അങ്ങനെ തിരിച്ചയക്കുന്നതായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങൾ ശകാരിക്കുകയോ ഒന്നും ചെയ്യരുത്. എന്തിനാ നീ പെട്ടെന്ന് വന്നത്? ദൈവദാസനെ അവിടെ നിന്ന് ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നോ എന്നൊന്നും വഴക്ക് പറയരുത്. നിങ്ങൾ അവന്റെ ശാരീരിക അവസ്ഥ മനസ്സിലാക്കി ഞാൻ അവനെ തിരിച്ചയക്കുകയാണ്. ഇനി 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വാക്യം എന്താണ് അവിടെ ഓർപ്പിച്ചിരിക്കുന്നത് അറിയാമോ? എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി എന്ത് ചെയ്യും? തീർത്തു തരും. ദൈവമക്കളെ, ഇത് ഫിലിപ്പിയരോട് മാത്രം പറയുന്നൊരു വാക്യം ഓർക്കരുത് കേട്ടോ.
എന്നോടും നിങ്ങളോടുമുള്ളതായ പൗലോസിന്റെ ഒരു അന്ത്യ സന്ദേശമാണ്. അങ്ങനെ പൗലോസ് പറയാൻ കാരണം, നിങ്ങൾ എനിക്ക് കൊടുത്തയച്ചതായിരിക്കുന്ന സാമ്പത്തിക നന്മയ്ക്ക് പകരം എനിക്കൊരു പൈസ പോലും നിങ്ങൾക്ക് തരാനായിട്ട് എന്റെ പക്കലില്ല. അതിനിപ്പോൾ എന്റെ പക്കൽ ഒന്നും ശേഷിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടല്ലോ, ദൈവം തന്റെ ധനത്തിനൊത്തവണ്ണം തന്റെ മഹത്വത്തോടെ ക്രിസ്തു യേശുവിൽ എന്ത് ചെയ്യും? പൂർണ്ണമായി, അല്പമല്ല പൂർണ്ണമായി തീർത്തു തരുമെന്ന് ഉറപ്പ് പൗലോസ് പറയുക. നോക്കിക്കേ, ദൈവദാസന്റെ ഹൃദയംഗമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഒരു ദൈവദാസൻ മനസ്സ് തുറന്ന് അനുഗ്രഹിച്ചാലുണ്ടല്ലോ, അത് എത്ര പേർക്ക് അനുഗ്രഹമായിരിക്കും എന്നറിയാവോ? ദൈവദാസന്റെ മനസ്സ് വിഷമിപ്പിച്ചാൽ അത് വിഷമമായി തീരും. പക്ഷേ ഹൃദയം തുറന്ന് സന്തോഷത്തോടെ തൃപ്തിയോടെ ഒരനുഗ്രഹത്തിന്റെ വാക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ കുഞ്ഞുങ്ങളോടും നമ്മുടെ സഭയോടും പറഞ്ഞാൽ അത് ദൈവം അംഗീകരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം അംഗീകരിക്കും. അതിന് പകരമായിട്ട് എനിക്ക് ഒരു കാര്യം ഒരു പൈസ പോലും തരാനില്ലെങ്കിലും എന്റെ ദൈവം ഉണ്ടല്ലോ, എന്റെ ദൈവം ആരാന്നറിയാമോ? തന്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ നിങ്ങളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായി ക്രിസ്തു യേശുവിൽ തീർത്ത് തരുമെന്ന് പറഞ്ഞാൽ അതിന് വ്യത്യാസമില്ല. പ്രിയപ്പെട്ടവരെ, വ്യത്യാസമില്ല. അങ്ങനെയുള്ള വാക്കുകൾ ദൈവദാസന്മാർ ഉച്ചരിക്കത്തക്കവണ്ണം നാം ദൈവദാസന്മാരുടെ മനസ്സ് തണുപ്പിക്കുന്നവരായിരിക്കും കേട്ടോ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സ്ഥാപകനായിരിക്കുന്ന പാസ്റ്റർ കെ എബ്രഹാം അവറുകൾ ഒരു പ്രത്യേക അവസരത്തിൽ, എനിക്ക് ഏതാണ്ട് 5 വയസ്സ് പ്രായം കാണുവാണ്, ആ സംഭവം ഒന്നും എനിക്ക് പറയാൻ നേരമില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ. പ്രത്യേക അവസരത്തിൽ എന്റെ തലയിൽ ആ വലിയ മനുഷ്യന്റെ കരം വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, കുഞ്ഞേ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. വാസ്തവത്തിൽ എന്റെ ഇന്ന് വരെയുള്ള ജീവിതം ഓർത്താൽ എന്റെ പുണ്യപ്രവൃത്തിയോ എന്റെ നന്മയോ എന്റെ വിശുദ്ധിയുടെ അടിസ്ഥാനമൊന്നും അല്ല കൃപയിൽ നിൽക്കുന്നത്. ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഇന്നും ദൈവം ഇടയാക്കുന്നത് ആ വലിയ മനുഷ്യന്റെ അനുഗ്രഹത്തിന്റെ കാരണമാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ ദൈവദാസന്മാരെ കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിക്കണം. അവരനുഗ്രഹിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും കേട്ടോ. അവര് വലിയവരാകും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതായ അവസ്ഥയിലല്ല ദൈവം എന്നെ ആക്കിയിരിക്കുന്നു. ഒരു സെന്ററിന്റെ ചുമതലയൊന്നും ലഭിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ ഈ ശുശ്രൂഷയുടെ അന്ത്യകാലഘട്ടത്തിൽ അതൊക്കെ ദൈവം എന്നെ ഫലമേൽപ്പിച്ചു. ഞാൻ വലിയവനാണെന്ന് പറഞ്ഞതല്ല, ദൈവത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ച് എന്നെ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ദൈവം നമ്മെ, നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ മതിയായ ദൈവം. ഞാൻ എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. 20 മുതൽ 23 വരെയുള്ളതായിരിക്കുന്ന വാക്യത്തിൽ മഹത്വവും സ്തുതിയും എപ്പോഴും അർപ്പിക്കണമെന്നുള്ള ഒരു ആഹ്വാനമാണ് അവിടെ കാണാൻ കഴിയുന്നത്. 21 മുതൽ 23 വരെ സമാപന വന്ദനമാണ് ഇവിടെ പൗലോസ് അറിയിക്കുന്നത്. 23-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് താൻ ഈ ലേഖനം എഴുതി അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ സമയം നമുക്ക് തീരുന്നല്ലോ.